വെച്ചാൽ നമ്മൾ മഞ്ഞാറ റെഡ് ഹിൽസ് ആണ്. റെഡ് ഹിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനൊക്കെയല്ലോ. അറിയത്തില്ലാത്തവരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പം ഇത് ബുദ്ധി വെച്ചെടുക്കണം, ബുദ്ധി ഇല്ലാത്തവരും ഓടിക്കോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, എല്ലാ ദിവസത്തെയും പോലെ പപ്പു വ്യാപാരി തന്റെ സ്ഥാപനത്തിന്റെ ചുമതലകളെല്ലാം തീർത്ത് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ ഒരു ധാബയുണ്ട്. അവിടെ നിന്നാണ് പപ്പു എപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നത്. സമയം ഏതാണ്ട് അതിക്രമിച്ചിരുന്നു. പപ്പുവിന് നന്നായി വിശക്കുന്നു. അവിടെ ഒരു ധാബ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നായിരുന്നു എന്തോ കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വെക്കാം. അദ്ദേഹം ധാബയുടെ അകത്തേക്ക് പോകുന്നു. ധാബയുടെ അകത്ത് ഭക്ഷണം ഏതാണ്ട് തീർന്നിരുന്നു. പെറോട്ട മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു പെറോട്ടയുടെ വില 20 രൂപയായിരുന്നു. 2 പെറോട്ട തിന്നാൽ മൂന്നാമത്തെ പെറോട്ട ഫ്രീ ആയി കിട്ടും. പപ്പു മൊത്തം 4 പെറോട്ട തിന്നു. അപ്പോൾ പപ്പുവിന് 4 പെറോട്ടയ്ക്ക് എന്ത് വില നൽകേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ. പപ്പു കൊതിയനാണ്, എനിക്ക് മനസ്സിലായി. ഇപ്പം അത് വിട്. ഇപ്പം ഒരു പൊറോട്ടയ്ക്ക് 20. ഇപ്പം 2 പൊറോട്ടയ്ക്ക് 1 പൊറോട്ടയ്ക്ക് 20. അപ്പം 2 പൊറോട്ട 40. ഇപ്പം 40 രൂപയാവും. 40 രൂപ ഉറപ്പാ. പപ്പു ഒരേ സമയം 4 പെറോട്ട വാങ്ങിയിരുന്നതിൽ 80 രൂപ നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ പപ്പു ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ആദ്യം 2 പെറോട്ട വാങ്ങുന്നു. പകരം 1 പെറോട്ട ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 1 പെറോട്ട വാങ്ങുന്നു. അങ്ങനെ മൊത്തം 60 രൂപയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 60 രൂപ നൽകി. സ്റ്റാർട്ടിങ് ട്രബിളാ, എനിക്ക് ബുദ്ധിയില്ലാത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്ത റെഡിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത റെഡിലോട്ട് പോവാം. രൂപ നൽകേണ്ടി വരും. പപ്പു പെറോട്ട തിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും തല കറങ്ങി വീഴുന്നു. ഹോട്ടലിലുള്ള എല്ലാ തൊഴിലാളികളും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. കുലുക്കി വിളിച്ചെങ്കിലും പപ്പുവിന് ബോധം തെളിയുന്നില്ല. ആ സമയത്ത് ധാബയുടെ പുറത്ത് 3 കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കാർ മാനേജറിന്റേതായിരുന്നു. ബാക്കി 2 കാർ അവിടുത്തെ സ്റ്റാഫിന്റേതായിരുന്നു. മാനേജർ പെട്ടെന്ന് തന്റെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് 3ാമത്തെ കാറിന്റെ ചാവി വാങ്ങുന്നു. എന്നിട്ട് പപ്പുവുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അദ്ദേഹത്തോടൊപ്പം ധാബയിലെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? മാനേജർ തന്റെ വണ്ടി ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 2ാമത്തെ വണ്ടിയും ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 3ാമത്തെ വണ്ടിയും എടുത്തുകൊണ്ട് എന്താണ് പോയതെന്ന് ചിന്തിക്കും. വണ്ടി ഇതിനകത്ത് ഇതാണ് താബയുടെ വണ്ടി, നടുക്കിരിക്കുന്നത്. താബയുടെ വണ്ടി എന്തൊക്കെ ശ്രദ്ധിച്ചു നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഈ സ്റ്റാഫിന്റെ വണ്ടി എന്തിനെടുത്തെന്ന് വെച്ചാൽ അതിനകത്ത് ടയർ ഉള്ളതുകൊണ്ട് എടുത്തത്. Brother, what's that? What's that, brother? ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നടക്ക് ധാബയുടെ വണ്ടി കിടക്കുന്നതെന്ന്. അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. സ്റ്റാഫിന്റെ വണ്ടിയാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? മാനേജർ തന്റെ വണ്ടി ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 2ാമത്തെ വണ്ടിയും ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 3ാമത്തെ വണ്ടിയും എടുത്തുകൊണ്ട് എന്താണ് പോയതെന്ന് ചിന്തിക്കും. അതെനിക്ക് അറിയത്തില്ല, അവര് പറയട്ടെ. ശ്രദ്ധിച്ചു നോക്കൂ. മാനേജറിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ പകുതി കാണാനില്ല. പോരാത്തതിന് വണ്ടി ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇതിന്റെ അർത്ഥം മാനേജറിന്റെ വണ്ടി വളരെ കാലങ്ങളായി ഉപയോഗിക്കാതെ ഇവിടെ ഇട്ടേക്കുകയാണെന്നാണ്. 2ാമത്തെ വണ്ടിയുടെ ഒരു ടയർ പഞ്ചറാണ്. അതുകൊണ്ടാണ് മാനേജർ 3ാമത്തെ വണ്ടിയും എടുത്തുകൊണ്ട് പപ്പുവുമായി ആശുപത്രിയിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലെത്തിയതും ഡോക്ടർ ആദ്യം ആ ടയർ പഞ്ചറാണെങ്കിൽ ആ ചേട്ടൻ എങ്ങനെ ഇവിടം വരെ വന്ന് അതെനിക്കറിയണ്ട. ആ സ്റ്റാഫ് എങ്ങനെ ഉണ്ട് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. പപ്പുവിന്റെ പോക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കുന്നു. പപ്പുവിന്റെ പോക്കറ്റിൽ നോട്ടുകളുടെ കെട്ടും വേറെ കുറെ സാധനങ്ങളും വെച്ചിരുന്നു. പക്ഷേ പപ്പു മരിച്ചു പോയിരുന്നു. കേസ് അന്വേഷിക്കുന്നതിനായി നഗരത്തിൽ അറിയപ്പെടുന്ന ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തുന്നു. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ ആരും നഗരം വിട്ട് പുറത്തു പോകുവാൻ പാടില്ല. മെഹുൽ പപ്പുവിന്റെ ഡെഡ് ബോഡിയുമായി ഡോക്ടർ സഞ്ജനയുടെ ലാബിലെത്തുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡിലാണ് തുറക്കുന്നത്. ഇവിടെ 4 ബട്ടൺ ഉണ്ട്. ഒന്നിൽ മൂങ്ങ, ഒന്നിൽ മയിൽ, ഒന്നിൽ കാക്ക, ഒന്നിൽ തത്ത.
ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ പ്രസ് ചെയ്യണം. ഈ 4-ൽ ഏതാണ് ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത്? ചിന്തിക്കൂ. കാക്കയാണെന്ന് തോന്നുന്നു. കാക്ക എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇത് 4 പക്ഷികളാണ്. എന്നാൽ മൂങ്ങ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ്. മൂങ്ങ പകൽ ഉറങ്ങിയിട്ട് രാത്രിയിലാണ് കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. മെഹുൽ ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്ത് ലാബിന്റെ അകത്തേക്ക് പോകും. ഇത് സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. അപ്പം ബുദ്ധിയില്ലാത്തതിന്റെ ഒന്നും പറയില്ലായിരുന്നു. അപ്പം എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറച്ച് വ്യൂസേ ഉള്ളൂ. പക്ഷെ ആ വ്യൂസ് ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൂടായിരുന്നു. 7 വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ആ മറ്റേ വീഡിയോയ്ക്ക്, ഞാൻ ഇട്ട വീഡിയോ. പക്ഷെ അതിനകത്ത് പോലും ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. 7 പേരും. എന്തുവാ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പൊട്ടിക്കണം.